എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ശർക്കര പായസത്തിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. വിഷുവിനൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റിയതാണ്. അതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് ഉണക്കലരിയാണ്. ഞാനിവിടെ ബ്രൗൺ റൈസാണ് എടുത്തിരിക്കുന്നത്. ഉണക്കലരി എന്ന് പറയുന്നത് പുഴുങ്ങാതെ ഉണങ്ങിയ നെല്ല് കുത്തിയെടുത്തിരിക്കുന്ന അരിയാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ പച്ചരി ഉപയോഗിച്ചാലും മതിയാകും. ഇത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു അരി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. 4 കപ്പ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് ആ ഒരു അരി വെന്ത് വന്നാലും ഇതിന് കുറച്ച് പറ്റുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. അരി ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമില്ല, പാകത്തിന് വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ വെന്ത് വന്നതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 2 കപ്പ് ശർക്കര പൊടിച്ചത് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ശർക്കരപ്പാനി ആക്കാൻ വേണ്ടി വെച്ചിരുന്നു. ശർക്കരയൊക്കെ ഒന്ന് മെൽട്ടായി വന്ന് ഒന്ന് നന്നായിട്ട് പതഞ്ഞ് വന്നാൽ മാത്രം മതി. അതിനുശേഷം ഇത് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് അരി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരണം. അപ്പോഴേക്കും നല്ല പോലെ തന്നെ അത് യോജിച്ച് കിട്ടിക്കോളും. ഇതിപ്പോൾ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. നല്ലപോലെ തന്നെ യോജിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ചേർത്തുണ്ടാക്കുന്ന പലഹാരങ്ങളിൽ നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ ഒരു മടുപ്പ് അനുഭവപ്പെടാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് 1-ാം പാല് 2-ാം പാല് എന്ന് പറഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല. ഏകദേശം ഒരു 2.5 കപ്പോളം തേങ്ങ ചിരകിയത് മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുത്ത് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്. 2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിനി ആ ഒരു എത്ര കുറുക്കത്തിൽ വേണമെന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഉണ്ടാക്കേണ്ടത്. ഒരുപാട് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം ഇത് കുറുക്കിയെടുക്കാം. ഞാൻ ഈ ഒരു പാകത്തിനാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതുപോലെ കോരി കഴിക്കുന്ന പാകത്തിനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് നെയ്യിൽ മൂപ്പിച്ചെടുത്തിരിക്കുന്ന തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്നും ചേർത്തിട്ടില്ല. തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പായസം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്.